this is the time. പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയുടെ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് Ashik, can I request you to get the discography there? There we go, and revealing the Joshi sir and sir. Let's do it. With all your permission, ladies and gentlemen, oru nalla kaiyadi koduthukonde, yeah, this is the moment. We are revealing the discography of Thangamani. There we go, നമ്മുടെ entire cast and crew ഒന്ന് ചേർന്ന് നിൽക്കണം. Let's take a beautiful picture. എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And let's capture this moment. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഏവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നതിനും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. So ladies and gentlemen, I would say thanks a lot. കാരണം നമുക്കറിയാം റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കണ്ടേ. That is very important, right? അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റില്ല. So I would request all of you to get back to the seats. ഇതിവേണ്ട ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ നിന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കിടക്കുന്ന വാളയാർ ശരിക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയത്. സാറ് പിന്നെ ചെസ്സ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാളയാർ പരമശിവൻ എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പോൾ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പല സിനിമകൾ ചെയ്ത് ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല
തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയുള്ള ഒരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദന, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ടായത്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഇമ്പീരിയൽസ് കഥ എന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കണമെന്നുള്ള സിനിമ തന്നെയല്ല. ഇപ്പോൾ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഇടയ്ക്ക് 3-4 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരു ആവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പോൾ ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയെ കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പോൾ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ നിന്ന് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പം അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമൻ, പിന്നെ മിനു ഒക്കെ വോയിസ് ഓഫ് സത്യനാല് ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംശംബാലം വക്കീലിലുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളിയല്ല എന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് സുദേവ് നായർ. ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. കൂടെ ഒരു എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാൾ, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിയാണ്ട് അദ്ദേഹത്തിനെ കോമഡിയിലും കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എന്നിട്ട് പറയുന്നത് ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തും കൂടിയാണ് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് വരികയൊക്കെ ചെയ്തതാണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപരനായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്തു നിന്ന്, നമ്മുടെ സമ്പത്ത് റാവു സാറും അതുപോലെ തന്നെ ജോൺ ബേലി ബ്രദർ. പോയിട്ടില്ല വരുമാ, അതൊരു 1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായത്. ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറിയെന്ന് എല്ലാവരും ഒരു കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ വുഡ് ഫിലിംസ്, ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിൽ ഡ്രീം ബിഗ് ഹൗസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്ജോക്ക് പറഞ്ഞത് ശരിയാണ്. അതിൽ മമ്മാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം. ജിബിനെ ഒന്നും, ജിബിൻ, അരുൺ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധമാണ്. അതിൽ അസീസ്, ഞങ്ങൾ 4 പേരുമാണ് ഇതിൽ സുഹൃത്ത്, 4-5 പേര്, സുദേവ് അടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട, പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് a lot. Thanks a lot, everybody. Thanks a lot for joining us. Ratish Raghunandan. രതീഷേട്ടൻ, ഞാൻ കേട്ടിരുന്നു എല്ലാ സ്ഥലത്തും രതീഷേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ബട്ട് ഒരു ഫിക്ഷണൽ മൂവിയാണ്. എന്താണ് തങ്കമണി? തങ്കമണിയെ കുറിച്ച് ഇനി വിശദീകരിക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ സിനിമ അനൗൺസ് ചെയ്ത്, ടൈറ്റിൽ അനൗൺസ് ചെയ്ത ആ ദിവസം മുതൽ ഇന്ന് വരെ തങ്കമണി ചർച്ചയിലുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും വളരെ ഗംഭീരമായി തന്നെ എന്താണ് തങ്കമണി സംഭവം എന്ന് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 1986 ഇടുക്കി ജില്ലയിൽ നടന്ന തങ്കമണി സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയ സിനിമയാണ് നമ്മുടെ സിനിമ. ആ നാട് അനുഭവിച്ച ട്രോമയാണ് നമ്മുടെ സിനിമയുടെ കോർ. അതാണ് തങ്കമണി. തങ്കമണിയുടെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പമുള്ള ഒരു യാത്ര, കാരണം ഒരുപാട് പേരെ നമുക്ക് മുമ്പിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര തുടക്കം മുതൽ? എനിക്ക് കുറേ പേരെ കുറിച്ച് പറയാനുണ്ട്. അതിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോഷി സാർ, ദിലീപേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു ദിലീപേട്ടൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമുള്ള ഒരു 15 മാസത്തെ യാത്ര റിലീസിന് 10 ദിവസം മുമ്പ് എത്തി നിൽക്കുകയാണ്. അതിനു മുമ്പുള്ളൊരു റിസർച്ച് പാർട്ടും എഴുതുന്ന സമയമൊക്കെ ഉണ്ട്. എൻ്റേത് ഞാൻ എടുക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എൻ്റെ ആദ്യ സിനിമയായ ഉടൽ എന്ന ആ സിനിമ നൽകിയ സൗഭാഗ്യമാണ് തങ്കമണി. ഉടലിൻ്റെ ആദ്യ സഹനിർമ്മാതാവായ സജിത് കൃഷ്ണ, ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുജിത് ജെ നായരെ പരിചയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ തുടക്കം. ആദ്യം തിരക്കഥ വായിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ ദിലീപേട്ടിലേക്ക് എത്തുന്നു. ഉടൽ എന്ന സിനിമ കണ്ടിട്ട് ദിലീപേട്ടൻ എന്നെ വിളിച്ചതാണ്. സിനിമ ഗംഭീരമായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. ആ കോള് വെക്കുന്നതിന് മുമ്പ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, ഒന്ന് ഒരു ചെറിയ ആപ്ലിക്കേഷൻ അവിടെ കയറ്റി വെച്ചു, ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു കഥയുണ്ടെന്ന് കേൾക്കണം. അപ്പം അറ്റ് എനി ടൈം അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കാണും. ദിലീപേട്ടൻ കഥ കേട്ട ആ ദിവസം തന്നെ ഈ പ്രോജക്റ്റ് ഓണായി എന്ന് പറയാം. കഥ കേട്ടു, അപ്പം തന്നെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ സുജിത്തേട്ടനെ കുറിച്ച്, സുജിത്തേട്ടനാണ് ഒരു വേറൊരു രീതിയിൽ ദിലീപേട്ടനിലേക്ക് എന്നെ എത്തിക്കുന്നത്. സൂപ്പർ ഗുഡ് ഫിലിംസ് പോലെ ഒരു വലിയ ബാനറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്, റാഫിക്കെ പോലെ ഒരു വലിയ പ്രൊഡ്യൂസറിനെ 18 സിനിമ, സൂപ്പർ ഗുഡ് ഫിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ 100 സിനിമകളാകുന്നു. ഒരുപാട് ഗംഭീര സിനിമകൾ നമുക്ക് നൽകിയ ബാനറാണ്. ഒപ്പം 18 സിനിമകൾ ചെയ്ത റാഫിക്ക, ഈ 2 പേരെയും കൊണ്ടുവരുന്നു. ഞാൻ സുജിത്തേട്ടനോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ടൊന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ എക്സിക്യൂഷൻ പാർട്ടിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഏതൊരു ഡയറക്ടറെ സംബന്ധിച്ച്. ആ ഒരു ക്രിയേറ്റീവ് ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റിയും എത്തിച്ചു തന്ന ആളാണ് സുജിത് നായർ. സുജിത്തേട്ടാ, ഒരിക്കലും പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ഞാൻ ചെന്നൈയിലെത്തി. സുജിത്തേട്ടനാണ് എന്നെ ചൗധരി സാറിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ചൗധരി സാറിനോട് കഥ പറഞ്ഞു, ഡീറ്റെയിൽ ആയി കഥ പറഞ്ഞു. അപ്പം തന്നെ പുള്ളി ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനുശേഷം
ഈ 15 മാസം കഴിയുമ്പോൾ സിനിമ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. 5 ദിവസം മുൻപ് ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ചെന്നൈയിൽ അദ്ദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. 2 വാക്ക്, തമ്പി നല്ലാർക്ക് പ്രമാദമാണ്. അത് അതിനിടയിലുള്ള ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റായിരുന്നു. റാഫിക്ക എന്നോട് പറഞ്ഞിട്ടില്ല. റാഫിക്ക 2 തവണ മറ്റോ ആണ് ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇതുവരെ റാഫിക്ക എനിക്ക് തോന്നുന്നു റാഫിക്ക കഥ കേട്ടിട്ടില്ല, തിരക്കഥ വായിച്ചിട്ടില്ല. അതോ തങ്കമണി സംഭവം അറിയാൻ തോന്നുന്നു. എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ഇതിന്റെ തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഈ 3 പേർ ഞാൻ ചോദിച്ച എല്ലാ സംഗതികളും, എല്ലാ താരങ്ങളെയും, എല്ലാ ഫെസിലിറ്റികളും തന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ലിബർട്ടിയോടെ ഈ സിനിമ പൂർത്തിയാക്കാനാകുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ നന്ദി. കാരണം ഒരു ചെറിയ സിനിമ ചെയ്തതിന് ശേഷം ഉടൽ പോലെ 1.5 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണോ ഉടൽ. അതിൽ നിന്ന് 25 കോടിക്കപ്പുറത്തേക്ക് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത് മുടക്കാൻ തീരുമാനിക്കുന്ന ആ 3 പേരെ എങ്ങനെയാണ് എന്റെ നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും മറക്കില്ല എനിക്ക് തന്ന ആ സ്വാതന്ത്ര്യം. ദിലീപേട്ടനെ കുറിച്ച് ഇത്തിരി വൈകി പറയാമെന്ന് കരുതിയത്, ഞാൻ ഒരിക്കലും ഒരു 100% കോൺഫിഡൻസോടെ അല്ല, കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ അല്ല, 100% കോൺഫിഡൻസോടെ അല്ല ദിലീപേട്ടന്റെ അരികിലേക്ക് ഞാൻ ഈ കഥ പറയാനായി പോകുന്നത്. കാരണം ദിലീപേട്ടന്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരുപാട് ഗംഭീര പടങ്ങൾ, പഞ്ചാബി ഹൗസും ഒക്കെ പോലെയുള്ള ഗംഭീര, കല്യാണരാമനും കുഞ്ഞിക്കൂനും ചാന്തൂരിനെ പോലെയുള്ള ഗംഭീര സിനിമകൾ നമുക്ക് തന്ന മലയാളിയെ ഇത്രയേറെ ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടാകില്ല. അദ്ദേഹത്തോടാണ് ഞാൻ തങ്കമണി പോലെ ഒരു നടന്ന സംഭവം പറയാൻ പോകുന്നത്. അദ്ദേഹം എന്നെ എങ്ങനെ എടുക്കും, ഈ കഥാപാത്രത്തെ എങ്ങനെ കാണും. ഒരു നല്ല വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ച് എങ്ങനെ ഡേറ്റ് തരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് പോയത്. ആഫ്റ്റർ ഓൾ പക്ഷെ ഡേറ്റ് തന്നതിന് ശേഷം ഈ നിമിഷം വരെ 30 വർഷത്തെ ദിലീപ് എന്ന നടന്റെ, 10 വർഷത്തെ സഹസംവിധായകൻ എന്ന ദിലീപ് എന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നെ എത്രത്തോളം സഹായിച്ചെന്ന് ഈ വേദിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാനാകില്ല. അത്രമേൽ എന്നെ ട്രസ്റ്റ് ചെയ്തു, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമുള്ള ആളല്ല. ഞാൻ ഒരാളോടൊപ്പം അസിസ്റ്റന്റായി നിന്നിട്ടില്ല, ഒരാളോടൊപ്പം അല്ലെങ്കിൽ ആർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിംസോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് വന്ന് ഉടലെന്ന സിനിമ ചെയ്യുകയായിരുന്നു. സോ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. അനുഭവമാണ്. അറിവ് ആ അനുഭവത്തിൽ നിന്ന് ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ കുറവുള്ള ആളാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് ഒരു വിമുഖതയില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് നിമിഷവും പോയി ചോദിക്കാനും, അത് ഷോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ എന്നെ ഇത്രമേൽ ഷോൾഡർ ചെയ്യുകയും എന്നെ ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്ക് ആബേൽ ജോഷുവ മാത്തനെ പെർഫോം ചെയ്യുകയും ചെയ്ത ദിലീപേട്ടനോടുള്ള നന്ദി. അത് ഈ പറഞ്ഞതുപോലെ ഒരു നടനും സംവിധായകനും ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. ഈ കഥ പറയാൻ ആ ഫോൺ കോളിനപ്പുറത്തേക്ക് കഥ പറയാൻ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ആ കഥ പറഞ്ഞ് ഇന്ന് സിനിമ റിലീസിന് 10 ദിവസം മുൻപ് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും ആത്മബന്ധവും എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും പറയാൻ, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഏത് സമയത്തും വിളിക്കാൻ എനിക്കൊരു ജ്യേഷ്ഠനെ കൂടി കിട്ടിയെന്നതാണ്. താങ്ക് യു. ദെൻ ബാക്കി ഒരുപാട് ഘടകങ്ങൾ, ഇപ്പോ ഈ പറഞ്ഞ ആദ്യ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊപ്പം ഒരു 1.5 കോടിയുടെ സിനിമ ചെയ്യാൻ വരുമ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കാൻ വരുന്നവരുടെ മനസ്സിൽ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ടെക്നീഷ്യൻസ് അടക്കമുള്ളവർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇതെങ്ങനെ വരും, ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യണോ. എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ ക്യാമറമാനെ തേടുമ്പോൾ നമ്മുടെ പപ്പേട്ടന്റെ, പത്മകുമാർ, പപ്പേട്ടന്റെ അസോസിയേറ്റ് ഉല്ലാസ് ഇവിടെ ഉണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു താരമാണ്. അപ്പൊ ഈ സിനിമയിൽ ആ ഒരു ചെറിയ പാട്ടിന്റെ ഇടയിൽ വരെ വന്ന് നമ്മളെല്ലാവരെയും ചിരിപ്പിച്ചു. ഉടനീളം ചിരിയാണോ സിനിമയിൽ? എനിക്ക് തോന്നുന്നത് ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. തങ്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ. അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് രതീഷ് ഭായ് വിളിച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു.
അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ദൈവത്തിനും കണ്ണൻ എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എൻ്റെ എല്ലാ പടങ്ങളും ഇത് കൈനീട്ടി സ്വീകരിക്കുന്നു ജനങ്ങൾ. സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ട്, ജോഷി സാറിൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്, ഇന്ന് ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot, Jessica. രമേശേട്ടാ, സംസാരിക്കണം. എവിടെയായിരുന്നു ഇത്ര നേരം? കറക്റ്റ് സത്യം പറയണം. ഞാൻ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തിനാ? എല്ലാവരും കണ്ടു. കറക്റ്റ് സമയത്ത് വിളിച്ചതല്ലേ? എങ്ങനെയായിരുന്നു തങ്കമണി? എന്തൊക്കെയാണ് തങ്കമണി വിശേഷങ്ങൾ? തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമാ ജീവിതത്തിലെ അനുഭവത്തിനിടയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സന്തോഷം കൊടുക്കണം. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ വന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്. വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദിലീപുമായിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചു ദിലീപ് ഈ സിനിമയിൽ. അതായത് ആദ്യം ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കഥാപാത്രത്തെയാണ് വേദനിപ്പിച്ചു, എന്നെയല്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ വളരെ സന്തോഷം തോന്നിയില്ല. ഇത്രയും ഉപദ്രവം ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയിൽ അനുഭവിക്കുന്നത്. അതിന് ദിലീപിനോട് പ്രത്യേക കിടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അതായത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ദേവിയുടെ ചാനലുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കോട്ടയം രമേശിനെ ദിലീപ് ഉപദ്രവിച്ചു ഈ സിനിമയിൽ എന്ന് പറഞ്ഞ് ആരും എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ പോസിറ്റീവ് മാത്രമാണ്, നെഗറ്റീവ് അല്ല. ഓക്കെ, താങ്ക് യു, നന്ദി. അവസാനം സ്വയം തങ്കമടിച്ചു. അടിപൊളി. ഓക്കെ, ലേറ്റ് ആവുന്നതല്ല ലേറ്റസ്റ്റ് ആവുന്നത്. രണ്ടുപേർക്കും താങ്ക് യു, താങ്ക്സ് a lot. ആൻഡ് അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ ടീസറിൽ ആ ഒരു ഷോട്ട്, ആ ഒരു ലുക്ക് വാസ് വേ ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു രക്ഷയില്ല. ആ ഒരു ഫ്രൈറ്റനിങ് ഫാക്ടർ ഓൺ യുവർ ഫേസ്, ഇറ്റ് വാസ് ടു ഗുഡ്. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആ കഥയൊക്കെ ഓക്കെ, വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷേ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് ഇറങ്ങുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ചെയ്താണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ 6 pack ആപ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രയാണ് എന്നൊക്കെയാണ് എൻ്റെ ധാരണയാണ്. അപ്പോൾ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, റിയലിസ്റ്റിക് പഞ്ചിടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഇല്ല അതൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണെന്ന് ആൾക്കാർക്ക് ഞാൻ ബോധ്യപ്പെടും. കാരണം അതൊക്കെ അങ്ങനെയാണ്, അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ മനസ്സ് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെ അധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു. ദിലീപേട്ടൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് ഒക്കെ അതിലുണ്ട്, അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്.
എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. സമൃദ്ധി നേരിലേക്കും ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് ഹായ് പറഞ്ഞേക്കും. എൻ്റെ ഭാര്യയാണ് സമൃദ്ധി. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ എന്റെ സ്നേഹമാണ്, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. അല്ല, ഞങ്ങൾ പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഓക്കെ. സോ എനിവേ, അപ്പൊ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇനി അടുത്തത് തിരിച്ചു വരും. അതെ, എനിക്ക് സൂപ്പർ ഹീറോ ചെയ്യണം. സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ ബാഗ്സ് ഒക്കെ സെറ്റ് ആണ്, അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. അടിപൊളി. Okay, so anyway, big round of applause. Thanks a lot to Dave. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം. How is life now? Life is more peaceful and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. ഇത് രതീശൻ ആലോചിക്കുന്നുണ്ടാവും, ഒരു 10 വർഷം കഴിയട്ടെ അപ്പം കൊടുക്കും ടൈറ്റിലെന്നാണ്. Okay, so anyway, big round of applause for him and wishing you both all the best for amazing life ahead. So thanks a lot to Dave. Super. Get that, yeah. Hi everyone, good evening. என் பேர் ஜான் விஜய். நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசுவாங்க. தமிழில் பேசுவாங்க எல்லாரும் கை கட்டிடுவாங்க. எனக்கு வந்து எப்படின்னா இந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும். ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன், ஆக்டர். இங்கே வந்தாங்க தங்கமணி படத்துக்கு, எல்லோருமே செம நடிக்கிறேங்க, எல்லாருமே செமையாக நடிக்கிறாங்க. காம்படிஷன் ஸோ பியூட்டிஃபுல். கம்பேர் பண்ணுறதுக்கு அடிச்சு அவங்க பியூட்டிஃபுல்லாக நடிச்சிருக்காங்க. ஃபஸ்ட்டு திலீபன் எடுத்துக்கணும். திலீபனை வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருக்கீங்க. நான்லாம் வந்து ரீமேக்கே பார்த்துருக்கேன். ஏன்னா நான் ஃபஸ்ட்டு திலீபனை படத்தை பார்ப்பேன், அவர் எப்படி நடிச்சிருக்காரு அப்படின்னா, அது ஒரு ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அந்த படத்தையும் பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்கணும்ல, அப்போ தானே நம்ம திலீபனை எப்படி நடிச்சிருக்காருன்னு தெரியும். யாருமே அந்த முடியல. எப்பவுமே ஒரிஜினல் தான். எங்கள் அண்ணன் ஒரு வாடி கேட்குறேன், நான் வந்து அவர் படம்லாம் பார்த்து வளர்ந்தேன்னா கொஞ்சம் பெருசாகிட்டேன். எனக்கு ரொம்ப ஆசை திலீபனை படத்தில் நடிக்கணும் அப்படின்னு. நான் அந்த படத்தில் நடிக்க வர வரைக்கும் எனக்கு தெரியாது திலீபன் தான் ஹீரோன்னு. பார்த்தா பாவமாக ஒரு ஆள் ரோட்டில் அப்படி நின்றுட்டு இருக்காரு. சார் அவர் ஹீரோ சார், திலீபன் அவ்வளோதான். ரொம்ப ஃபீலிங்லாம் எக்ஸ்ட்ரா ஃபீலிங்லாம் கிடையாது. நாங்களாம் ஆக்டர்ஸ்லாம் ரொம்ப நல்லவங்க. எங்கள் ஆக்டர்ஸ்க்காக இன்னொரு ஒரு கை தட்டுங்க. ஏன்னா எங்களுக்கெல்லாம் வந்து குழந்தை மாதிரி நாங்கள் வந்து மனசில் இருக்கிறத வெளியே காட்டிட்டு வீட்டில் போய் படுத்து தூங்கிடுவோம், அவ்வளோதான். அப்புறம் நீங்களாம் ஏதாவது எங்களை பற்றி சொல்லுவீங்க, நாங்களாம் கேட்டுட்டு ஓகே சொல்லுங்கள் அந்த மாதிரி. ஸோ காம்படிஷன் வெரி ஸ்ட்ராங். இதில் பார்த்தீங்கன்னா மாலவிக்கான ஒருத்தாங்க குட்டி பொண்ணு நடிக்க சொன்னால் பீல் பண்ணுது. அதே மாதிரி குடுன்னு ஓடி போய் கிணத்துல உழைச்சோம்னா உண்மையாகவே கிணத்துல உழைச்சுங்க. ஸ்டண்ட் மாஸ்டர் ஷாக் ஆகிடுது. ஐயோ, ஏன்னா அந்த கிணத்து கீழே பார்த்தீங்கன்னா கல்லர் இப்படி உழுது, அந்த மாதிரி ஒரு ஆக்ட். அப்புறம் வந்து நீத்தா, ஆமாம், அவங்க கராட்டேலாம் தெரியுமா. அதாவது நம்ம ஊரில் நல்ல வீட்டில் அழகான அப்பா அம்மா, ஒரு நல்ல குடும்பம் அப்படின்னா திலீபனும் அந்த நீதாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன், இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமாக இருக்கும். அதான் தங்கமணி. இதுக்கும் கை தட்டுங்க. இதெல்லாம் இருந்தாலும் இருக்கிறதுலேயே ஒரு ரொம்ப கெட்ட ஒருத்தன் வேணும் தெரியுமா. வெல்கம் டு ஜானகி.
நாங்களாம் வில்லன் தாங்க. நாங்களாம் ரொம்ப நல்ல ஆல் வில்லன்ஸ் ஆர் குட் பீப்புள் இன் லைஃப். ஏன் தெரியுமா உங்களுக்கு? எல்லா மனுஷனுக்கும் நல்லதும் கெட்டதும் இருக்கும். நல்லதெல்லாம் அவன் வந்து வெளியில் காட்டினே இருப்பான். நார்மல் பீப்புள். நாங்களாம் வில்லன் இல்லை. கெட்டதெல்லாம் சிங்கால காட்டிட்டு நல்லதெல்லாம் ரியல் லைஃப். எங்களை மாதிரி நல்லவங்க யாரும் இல்லை. எங்கள் திலீப் பண்ண அதை வந்து வெளியே காட்டுறதுக்கு ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தாரு. இது வந்து டைரக்டர் ரித்திஷ். நாங்கள் ப்ளீஸ் சார் நானே டப் பண்ணிடுறேன். எங்கள் அம்மா மலையாளி, இதில் எக்ஸ்ட்ரா 50. எங்கள் அம்மா மலையாளம் பேசி நான் கேட்டதே கிடையாது. அவன் வந்து களியாக்காவில் திருவண்ணாமலை. திடீர்னு ஒரு நாள் யாராவது அப்படி பாசிட்டிவ்ல வந்து போகும்போது எங்கள் மலையாளம் பேசுவோம். என் பொண்டாட்டி கேட்டேன், Tomuja, I've been married with you for 15 years. I heard your mom speak Malayalam. Are you a Malayali? நானே இல்லை சொன்னேன், சார் எங்கள் அம்மா மலையாளி சார், நான் வந்து டப் பண்ணுறேன் சார். அவர் சரி ஓகே, ஃப்ளைட் டிக்கெட்டு அப்புறம் ஹோட்டல் ரூம் அவ்வளோதானே சார், சரி வா அப்படின்னு சொல்லி நான் அப்புறம் வாட்டி ஃபோன் பண்ணியிருக்கேன். ஃப்ளைட் சார்ஜ் ஃபுல்லாக ஃபோன் எனக்கு கூட டப் பண்ணேன் சார். 4 லைன் டப் பண்ணேன். அப்புறம் வந்து சோறு கொடுத்தாங்க, நல்லா நல்லா அப்படியே ரெட் ரைஸ், பீஃப் கறி ஃபுல்லாக சாப்பிட்டு சார் ஓகே சார், சார் 2 லைன்லேயே ஓகே சார், ஆனால் தான் டப் பண்ண சொல்ல போய் டப் பண்ணுங்க சார். நான் தான் ஃபுல்லாக டப் பண்ணியிருக்கேன். தங்கமணி, பியூட்டிஃபுல் ஃபில்ம், கிரேட் பர்ஃபார்மன்ஸ், அமேசிங் பீப்புள், லவபிள் பிளேஸ் டு பி. அஜ்மல் தம்பி வேறு தெரியும், ஸ்டைல் எப்பவுமே பார்த்துருக்கு. நானும் ரொம்ப வருஷமாக பார்த்துருக்கேன். அவன் வயசாகும்னு பார்த்தா அவனுக்கு வயசே ஆக மாட்டேன், யூத்தாகவே இருக்கு. Thank you very much for appreciating the Malayalam film industry. And Dilipana, thanks a lot. உங்களை பார்த்து குட்டி பையலான்னு வளர்ந்தேன். ஐ எம் ஷுர் தட் நான் ஏதோ உங்களை வச்சுருக்கேன். சூப்பர் ஆக்டுங்க, வேற லெவல், வேற லெவல். நாங்களாம் வந்து நடிகர்கள் சார், எங்களுக்கெல்லாம் வந்து எக்ஸ்ட்ரா ஃபீலிங் கிடையாது. எங்களுக்கு ஒன்றே ஒன்று தான், யாருமே எங்களுக்கு காம்படிஷன் கிடையாது. நாங்கள் தான் காம்படிஷன். கண்ணாடியில் பார்க்க ஸ்டைலில் இருக்கும். என்னடா கிழிஞ்ச சட்டை போட்டு போகிறேன் அப்படின்னா, காசு கொடுத்து வாங்கினோமா சாரால. ஸோ ஐ டெல் யூ ஆல் ஆஃப் யூ, ப்ளீஸ் கோ வாட்ச். அதாவது சவுத் இந்தியா அப்படின்னா அதுக்கு ஒரு அழகு இருக்குங்க. அது வந்து கேரளாவில் நிறைய இருக்குங்க. அது இந்த படத்தில் இருக்குங்க. சூப்பர் குட் ஃபில் பண்ணியிருக்காங்க. அவங்க சூப்பர் குட் ஃபில் பண்ணுவாங்க. அது உங்கள் மனசில் எங்கள் அண்ணன் சொன்ன மாதிரி தங்கம் மணி மாதிரி இருக்காங்க. I love you all. Thank you very much. Thank you very much, Anna, and Ritesh for everything, and all the pretty girls. Thanks a lot, sir. You have a question? No question for you. I asked one question. No. Thank you. I asked for a villain. Everyone kittum. So here we have Ajmal Amir. Ajmal, how are you doing? How's life? All good, very good. All good? Okay, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ്? ആൻഡ് ആ ഒരു ഷോട്ട് യു ആർ ലുക്കിംഗ് സോ ഗുഡ്. ഒരു കുറച്ച് ഡിഫറെന്റ് ലുക്ക് കൂടെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജോഷ് സാർ, ഇവിടെ ക്രിസ്റ്റൻ, ആദിക, എല്ലാവർക്കും. ജോൺ കലക്കിരിക്കും പോങ്ങ. തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാക്കളുടെയൊക്കെ അഭിമാനം, നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മുടെ സ്വന്തം ദിലീപാണ്. ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 കൺട്രീസ്, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമകളും ദിലീപേട്ടൻ സ്റ്റേജ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോണ്ട് പോകണം എൻ്റെ പരിപാടി. അരികയിൽ സമൃദ്ധാസ്തുലാണെങ്കിൽ 2 കൺട്രീസ് നിഷാത്തല്ല. പക്ഷേ ദിലീപേട്ടൻ്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തലേന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് വന്ന് അടിച്ചത് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതിൽ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ മുന്നേ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസാണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ട് പുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി.
ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത് ഏട്ടനാണ്. സുജിത് ഏട്ടൻ പാപ്പൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പൻ്റെ ഏറ്റവും ലക്ക് ഫാക്ടർ നീതാപ്പിള്ള ഇവിടെയുണ്ട്. വലിയ ഒരു ആക്ട്രസ് ആകാൻ പോകുന്ന കുട്ടിയാണ് നീത. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടർ ആകാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസം കൂടി ആവാൻ പോവുകയാണ്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്റ്റ് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര CM ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസാകുകയാണ്. ഇപ്പോൾ തങ്കമണി സ്ഥലത്തിനും. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അന്യഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയ ഏഷ്യയുടെ പ്രധാന റീസൺ മലയാളി പ്രേക്ഷകർ എന്നെ വിട്ട് പോകല്ലേ എന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതിയോടുകൂടി തന്നെയാണ്. സുദേവ്, ഐ തിങ്ക് യു ഹാവ് ലെഫ്റ്റ്. ഐ റിയലി വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് ഹിം ഫോർ ഹിസ് വെഡിങ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ. ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് ലിസ്റ്റിൻ ഈ ദുഷ്ടരായിട്ട് ഒരുപാട് വിളിച്ചു വിളിച്ചിരിക്കും മതിയായി, ഫോൺ പോലും എടുക്കൂല. അല്ല, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ലിസ്റ്റർ എനിക്ക് ആഗ്രഹമില്ല. Anyway, just kidding. So thanks a lot, Ajmal, for joining us and wishing you all the best for all the movies that are coming. Big round of applause for Ajmal Amin. And moving on, അടുത്തതായിട്ട് ഞാൻ വേദിയിലാണ് ഒരു ആക്ഷൻ for Pranita Subhash. With a big round of applause, inviting you onto the stage. And ഒരുപാട് സിനിമകളിൽ ഹിന്ദി, തെലുഗു, തമിഴ്, കന്നഡ, മലയാളം സിനിമകളിൽ നായികയായിട്ടും പല വേഷങ്ങളും എത്തിച്ചേർന്നിട്ടുള്ള ഒരു നടിയാണ് പ്രണീത. So we're very happy to have you in our industry. So how was your experience with Thangamani? Ellarkum namaskaram. Very happy to be here in the Malayalam industry, and for my first film to be a Dilip sir starrer, I think I'm really lucky. And I just saw the teaser and I'm just in awe of what we've created. Thank you, Radish sir, for envisioning me as a cop, because even I didn't think that I could be a cop, because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. And I also wanted to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense, and every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just want to thank all my co-actors and wishing the film all the luck. Thank you. Thanks a lot for joining us this day, and it's our pleasure to have you here and in the movie as well. So we hope you really enjoyed working out this movie, and can we see you more in a lot of Malayalam movies now? Of course, by then I'll learn Malayalam. Oh, I want to thank Danya ji. She's the assistant director, and she was really, because Malayalam nakura, samsarikku theriyilla. So she was helping me out, so I really want to thank her as well. So did you learn anything in Malayalam from these days? എനിക്ക് മനസ്സിലായോ, പക്ഷേ സംസാരിക്ക് no. Okay. Anyway, let's give a big round of applause for the effort. Thanks a lot for joining us. Yeah, thank you. Please. And അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നമ്മളിപ്പോ ഓഡിയോ ലോഞ്ച് ചെയ്തു. വി ലോഞ്ച് ദ ന്യൂ സോങ്. അപ്പോൾ ആ സോങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു. എനിക്കറിയാം നീത, ഇറ്റ്സ് ടൈം ടു ഇൻവൈറ്റ് യു ഓൺ ടു ദ സ്റ്റേജ് വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം നീതയുടെ ഇതുവരെയുള്ള പല റോൾസും ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്, ഇറ്റ് വാസ് വെരി ബോൾഡ്, ബട്ട് ദിസ് വൺ ഇറ്റ് ലുക്സ് സോ ഡിഫറെന്റ് ഓൺ സ്ക്രീൻ. ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മേക്ക് ഓവർ എന്നൊക്കെ നമുക്ക് പറയാം. വിശ്വസിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു മേക്ക് ഓവർ എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെ എന്തായാലും പറയാം. കാരണം ഈ നിൽക്കുന്ന നീത അല്ല, അവിടെയുള്ള ആ ഒരു നീത. സോ നീത, how are you doing? How is life and how was Thangamani for you? Thank you. Life is okay. Thank you very much. Good evening. Firstly, ഇവിടെ വന്ന എല്ലാവർക്കും thank you for joining us this evening. It means a lot to me. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ജോഷി സർ, thank you for making the time to come today and do the honors with us. It means a lot to me. പിന്നെ to begin with Thangamani, പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. അതെൻ്റെ 4th മൂവിയാണ്.
ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണിത്. ഇതിനു മുമ്പ് ചെയ്തതെല്ലാം അത്യാവശ്യം ബോൾഡ് ഫിയർലെസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ വളരെ സബ്ഡ്യൂഡായ ഒരു timid devoted വൈഫ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ. ഐ ഹോപ്പ് ഇറ്റ്സ് കം ഔട്ട് ഓക്കെ. പിന്നെ സോ let me first thank the entire team of Thangamani for being very supportive, and the producers and director Ratish Chatty. എന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ വിളിച്ചതിന് ഒരുപാട് പേരുണ്ട്. അത് ഓരോ പേരും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് രതീഷ് ചേട്ടൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഒരിക്കലും പറയാൻ വിട്ടുപോകാതിരിക്കേണ്ട ഒരാളാണ് ദിലീപ് ചേട്ടൻ. ഞാൻ പറഞ്ഞ പോലെ ഇതെനിക്കൊരു ചാലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. ചെയ്തതിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്. ബട്ട് ബിക്കോസ് ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് യു നോ he gave me a very friendly atmosphere to make me comfortable. Thank you very much for being such a supportive co-artist. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ബീങ് വെരി നൈസ് ടു മീ ആൻഡ് മേക്കിംഗ് മീ കംഫർട്ടബിൾ. ഇറ്റ് വാസ് എ മെമ്മറബിൾ ജേർണി. എല്ലാവർക്കും തങ്കമണി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. Thanks a lot, Neeta. I just want to ask you, you told it was challenging. But let me ask you, which one is easy for you, the bold characters or this one out here? I think the bold ones were Karal Gorsuudi, is that Neeta? More towards that. അതെനിക്ക് ഇത് ചെയ്യുന്ന ഇപ്പം ഞാൻ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് അത്ര നല്ല ചെയ്തിട്ടില്ല. റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചെയ്താൽ എത്രത്തോളം ശരിയാവും എന്നുള്ള പല ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി എനിക്ക് എളുപ്പം ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. Anyway, all the best to you. Thanks a lot for joining us. Let's give a big വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ലിറിക്സിന്റെ പിന്നിലെ മായാജാലക്കാരൻ BT അനിൽകുമാർ. ഒപ്പം സ്വാഗതം ചെയ്യുന്നു നമുക്ക് വേണ്ടി ഈ പാട്ട് പാടി തന്ന രണ്ടുപേരും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ദേവാനന്ദ് ആൻഡ് രാധിക നാരായണൻ. രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വില്യം സർ. യെസ്, ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയുള്ളൂ. സോ എനിക്ക് തോന്നുന്നു വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരുടെ നിന്ന് കിട്ടുന്ന ആ ഒരു ലിറിക്കൽ വീഡിയോ വന്ന ആ ഒരു ടൈമിൽ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മ്യൂസിക് ജേർണി തങ്കമണിയുടെ? ആക്ച്വലി ഈ പാട്ട് ശരിക്കും ഉണ്ടായത് എങ്ങനെയാണെന്ന് ചേട്ടാ കുറച്ച് ലെവലുണ്ട് ഈ മൈക്കിന്റെ. ഈ പാട്ടിൽ അതെ എന്റെ ലെവലല്ല, അവിടുത്തെ ലെവൽ. ഈ പാട്ടിന്റെ ഫുൾ ക്രെഡിറ്റ് ഈ പാട്ടിൽ കിട്ടുന്നത് എനിക്കൊരു ദിവസം മറ്റാണ് ഈ പാട്ട് അയച്ചത്. ലിറിക്സ് തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കത് പറ്റുമോ അറിയില്ല. അല്ലാണ്ട് എനിക്കത് പെർഫെക്റ്റ് കാണും. ഞാൻ ലിറിക്സ് അയച്ചത് എന്നാ ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാം. ഈ പാട്ട് ഞാൻ ലിറിക്സ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ട്യൂണിലാണ് എനിക്ക് ഈ പാട്ട് ലിറിക്സ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സോങ്ങാണ്. ലിറിക്സിൽ നിന്ന് പാട്ടിലേക്ക് എത്തായിരുന്നു. അത് പാട്ട് അത് ലിറിക്സ് ട്യൂൺ ചെയ്യാൻ ഓപ്പോസിറ്റ് ചെയ്യാറ് നമ്മളായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ അത് ട്യൂൺ ചെയ്തിട്ട് അത് ലിറിക്സ് എഴുതുക ചെയ്യാറ്. അടിപൊളി. ബാക്കിയുള്ളൊരു ടോട്ടൽ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തങ്കമണിയുടെ ഒരു എൻറ്റയർ മ്യൂസിക് ജേർണി? എല്ലാ പാട്ടുകളും എല്ലാവരും മ്യൂസിക് ജേർണി. ഇപ്പോൾ രതീഷേട്ടൻ പറഞ്ഞു ഏകദേശം ഒരു 30 ദിവസം ഇരുന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമുള്ള വീടാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവര് ഇന്ന് ഇറങ്ങാൻ പോകുന്ന ലവ് സോങ് ഉണ്ട്. അത് ഒരു 9ാമത്തെ 10ാമത്തെ കമ്പോസിഷനായിരുന്നു സെലക്ട് ചെയ്ത സോങ്. ആ ലവ് സോങ് അതാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പറഞ്ഞു ഇതിന്റെ ഈ ഒരു പാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ലിറിക്സ് ചെയ്ത അനിൽകുമാർ സാറിനാണ്. സോ സർ, ഓവർ ടു യു. എന്താണ് ആ ഒരു ലിറിക്സിന്റെ പിന്നിലെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡെപ്ത്? എല്ലാവർക്കും നമസ്കാരം. ഈ പാട്ട് വാസ്തവത്തിൽ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു പാട്ടാണ്. കാരണം ഇതിന് ഒരു റെഫറൻസ് മുദ്രാവാക്യം രതീഷ് എനിക്ക് തന്നിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിലും
എഴുതാൻ പറ്റുന്ന അനുഭവങ്ങൾ ഈ തങ്കമണിയുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 1986 തങ്കമണി സംഭവം നടക്കുന്നത്. അപ്പം ഞങ്ങൾ അന്നത്തെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലൊക്കെ ഉള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അന്ന് വളരെ കാര്യമായിട്ട് ക്യാമ്പയിനിങ്ങിനൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എന്തായാലും തങ്കമണി സംഭവം പിന്നീട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ സുഹൃത്ത് രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതിയ കാലം മുതൽ എനിക്കറിയാം. ആ പ്രദേശത്തെ ആൾക്കാർ അനുഭവിച്ച ദുരിതവും വേദനയും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാവാം ഒരുപക്ഷെ എനിക്ക് ഈ പാട്ട്, ഈ നമ്മളിപ്പോൾ കേട്ട പാട്ട് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. പിന്നെ വില്യംസ് പറയുന്നത് പോലെ അല്ല, ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അതിൻ്റെ ആ പെയിൻഫുൾ മ്യൂസിക് തന്നെയാണ് അതിന് ഇത്രയും ഹൃദ്യമാക്കിയത്. കാരണം നമ്മൾ 1-2 വരി കഴിയുമ്പോഴേക്കും ഹൃദയത്തിലേക്ക് അതിൻ്റെ ഈണം ഇറങ്ങി ചെല്ലുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മാത്രമല്ല, ഈ പാട്ട് ആദ്യം കേട്ടത് ഞാനാണ്. കാരണം ഞാൻ ഈ വരി കൊടുത്തിട്ട് ഒറ്റ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ട പാട്ട്. പിന്നീട് ദിലീപേട്ടനെ കേട്ടിട്ട് അത് നല്ല പാട്ടാണെന്ന് പറഞ്ഞതായിട്ട് പിന്നീട് ജുബിനൊക്കെ പറഞ്ഞപ്പോൾ ജിബിനാണ് എന്നോട് ആ വിവരം പറയുന്നത്. ദിലീപേട്ടൻ കേട്ടിട്ട് ഈ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ഒരു പാട്ട് കൂടിയുണ്ട്, അതും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ ലിറിക്സുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മലയാള സിനിമ ആസ്വദിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുന്നതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ നന്ദി. ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം. താങ്ക്സ് എ ലോട്ട്. ആ ലിറിക്സിലുണ്ട് ആ ഒരു ഡെപ്തും ആ ഒരു സ്ട്രെങ്ത്തും. താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്. ആൻഡ് നമ്മുടെ പാട്ടുകാർ അതിൽ 2 പേരാണ് നമ്മളോട് ബന്ധിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ദിലീപേട്ടനായിട്ട് മറ്റൊരു ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പാടിയിട്ടുണ്ട്. ഏതായിരുന്നു കേട്ടെ? ഒന്ന് കേൾപ്പിച്ചു തരുമോ? ഒരു രണ്ട് വരി പ്ലീസ്. എനിക്കൊന്ന് പലർക്കും എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ ഒരു ബന്ധം ഇവിടെയുള്ള കാര്യം അല്ലെ? ഒരു നല്ല കയ്യടി എടുക്കാം. വാട്ട് എ വോയിസ്! എത്ര വർഷമായി, പക്ഷെ ആ ശബ്ദത്തിന് മാത്രം ഒരു വ്യത്യാസമില്ല. കൊള്ളാം. താങ്ക്സ് ലോട്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി, തങ്കമണിയുടെ ആ ഒരു മ്യൂസിക് ജേർണി? ഒരുപാട് സന്തോഷം തങ്കമണി എന്ന മൂവിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. ആദ്യം ഒത്തിരി നന്ദി പറയുന്നത് ദിലീപേട്ടനോടാണ്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ദിലീപേട്ടനുമായിട്ടുള്ള എൻ്റെ 7ാമത്തെ ചിത്രമാണ്. ദിലീപേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് ചെയ്ത എല്ലാ പാട്ടുകളും എൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളാണ്. അപ്പം കരികുരുവി പറഞ്ഞു, അറിയാതെ ഇഷ്ടമായുണ്ട്, CAD മൂസയുണ്ട്, തൊട്ടുരുമ്പിയിരിക്കാൻ പുതിയായിരുന്നു, കണ്ണിൽ മാറി ചാലാതെയുണ്ട്, ഉമ്മറത്തെ ചെമ്പ്, അങ്ങനെ കുറേ പാട്ടുകൾ. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം അതിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് സന്തോഷം. ഈ സിനിമയും ഈ പാട്ടും ഏറ്റവും ഹിറ്റായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വില്യം, അനിൽകുമാർ, എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ വരുന്ന സിനിമകളിൽ ഈ 2 പേരുകൾ അപ്രപാടുകളിൽ നമ്മൾ എഴുതി കാണിക്കുന്നത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു യാതൊരു സംശയം. കാരണം സിനിമ എന്താണെന്നുള്ളത്, അതിൻ്റെ മ്യൂസിക് എന്താണെന്നുള്ളത്, ലിറിക്സ് എന്താണെന്നുള്ളത് 2 പേർക്കും ഏറ്റവും ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ പ്രിയപ്പെട്ട രതീഷ്, എല്ലാവർക്കും അതിൻ്റെ വർക്ക് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞങ്ങളും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഈ മനോഹരമായ പാട്ടിനും ഇനിയും പാടാനുള്ള ഒരുപാട് പാട്ടിനും ഇതിന് കേൾക്കാൻ പോകുന്ന, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടിനും രാധിക ഓൺ ചെയ്യൂ. രാധികയുടെ ആ ഒരു സൗണ്ട് കൂടി, അതിൻ്റെ ഒരു ഡെപ്ത് കൂടി വന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ഈ നമ്മൾ കേട്ട പ്രത്യേകിച്ച് ആ ഒരു പാട്ടിന്റെ തന്നെ പെയിൻ ഡെലിവർ ആവുന്നത് കംപ്ലീറ്റ് ആയിട്ട്. സോ നമുക്ക് ആ ഒരു പാട്ട് പാടി തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ 2 പേരും ഒരുമിച്ച് ഒരു 2 വരെ ഞങ്ങൾക്ക് പാടി തുടങ്ങാം. ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണെങ്കിലും ഏതെങ്കിലും ഇതില് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് വേണ്ട. ഞാൻ പാടിയിരിക്കുന്ന ഭാഗം അത് ക്ലൈമാക്സിലുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല. ഇല്ല, അതെനിക്ക് തോന്നുന്നു പാടിയ ആളെ കൊണ്ട് പാടിപ്പിക്കാം. 1 മിനിറ്റ്. ശരി, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. വിദ്യം എന്നെ പാടാൻ പഠിപ്പിക്കുന്ന സമയത്ത് രാധിക ഒരു പാടി നോക്കൂന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ ഇതെനിക്ക് സ്ട്രേറ്റ് ആവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. രതീഷേട്ടനും ഒരു വലിയ താങ്ക്സ് പറയാണ്, ദിലീപേട്ടനും പിന്നെ വിദ്യം. Yes, thanks a lot. And so